തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമാണ്. യു.ഡി.എഫിന് നല്ല മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം മുസ്ലിം ലീഗും അതിൻ്റെ പ്രകടനം വളരെയേറെ മെച്ചപ്പെടുത്തി കൂടുതൽ സീറ്റുകളിലേക്ക് ഞങ്ങൾക്ക് ജയിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തോടുള്ള എതിർപ്പും കേരളത്തിൽ ഒരു നല്ല ഭരണം തിരിച്ചു വരണം എന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും അതാണ് ജനങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചത്. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ മീഡിയ എല്ലാം അത് വിലയിരുത്തി കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. ഇന്ന് തന്നെ അതിൻ്റെ കണക്കുകളൊക്കെ വന്നു. കേരളത്തിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും യു.ഡി.എഫിന് മേൽക്കൈ വന്നിട്ടുണ്ട്. ഏതാണ്ട് 80ഓളം സീറ്റുകളിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് നല്ലൊരു പ്രതീക്ഷയാണ്. വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു നല്ല ചൂണ്ടുപലകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നൊരുക്കം, ഒരു സെമിഫൈനലാണെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇനി ഫൈനലിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. യു.ഡി.എഫിൻ്റെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ യു.ഡി.എഫിലെ ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള ലീഗൊക്കെ അടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലബാറിലൊക്കെ ഒരേപോലെ ജനങ്ങൾ യു.ഡി.എഫിനോടൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അപ്പോൾ രാഷ്ട്രീയമായിട്ടൊന്നുകൂടി യു.ഡി.എഫിൻ്റെ നില ഭദ്രമാക്കുകയും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതെ, അടിത്തറ വിപുലമാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളോട് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടതു മുന്നണിയിൽ തന്നെ. അപ്പോൾ അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയിലുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ യു.ഡി.എഫിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. കേരള കോൺഗ്രസിനൊക്കെ ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതെ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു പാർട്ടി നിൽക്കല്ലല്ലോ താങ്കൾ. പിന്നെ യു.ഡി.എഫിലേക്ക് അടിത്തറ വികസിപ്പിക്കാൻ ആശയപരമായി യോജിക്കുന്നവരൊക്കെ വരണം തന്നെ താങ്കൾ പറയാം. ഇന്ന പാർട്ടി എന്നില്ല. ഇതൊന്ന് പറയട്ടെ. അതൊക്കെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ആ കാര്യങ്ങൾ. അതിലേക്ക് ഇനി നമ്മൾ തിരിച്ചു പോകേണ്ടതില്ല. ഒരു ഭരണവിരുദ്ധ വികാരമാണോ അതോ യു.ഡി.എഫിനോടുള്ള പ്രതീക്ഷയാണോ? എന്താണ് ശരിക്കും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചത്? ഇത് രണ്ടും വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള വികാരങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് പ്രതിഫലിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അതല്ല, പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടുകൾ തന്നെയാണ് ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജനങ്ങളൊക്കെ വളരെ രാഷ്ട്രീയ പ്രബുദ്ധത കൈവരിച്ചു. അത് അവർ വ്യക്തമാക്കുകയും ചെയ്തു. അവരൊക്കെ കേരളത്തിൻ്റെ ഭാവിയിൽ പ്രതീക്ഷയുള്ളവർ, പ്രത്യേകിച്ച് പുതിയ തലമുറ, അവരാണ് യു.ഡി.എഫിന് കൂടുതൽ വോട്ട് ചെയ്തതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീ സമൂഹവും, മൊത്തത്തിൽ വിശ്വാസി സമൂഹം ഒന്നടങ്കം യു.ഡി.എഫിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ യു.ഡി.എഫ് തന്നെ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വലിയ ഫലമാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്.